40,075 ആണ് നമ്മുടെ ഭൂമിയുടെ ഇക്വറ്റോറിയൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാനറ്റിന് ചുറ്റും ഓരോ സെക്കൻഡും 7.5 ടൈംസ് ഇങ്ങനെ ചുറ്റിക്കളിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതിൽ വെച്ച് നമ്മുടെ പ്രപഞ്ചത്തിലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫിനോമിനൻ ആണ് ലൈറ്റ്. എന്നാൽ പ്രകാശവേഗത്തിന്റെ അപ്പുറം ഒരു മാറ്ററിന് സഞ്ചരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സംഭവിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റിയത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ C=, സ്പീഡ് ഓഫ് ലൈറ്റ് എന്നുള്ള വാല്യൂ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റിയത്? അത് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റോറി പോലെ ഞാൻ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു കോമൺ മാൻ്റെ അടുത്ത് ലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാ കത്തുന്ന ഒരു പ്രതിഭാസം, അതാണ് ലൈറ്റ്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു മാജിക്കൽ ഫിനോമിനൻ, അങ്ങനെയായിരിക്കും നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ മാജിക്കൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള സംഭവത്തിന് സ്പീഡ് ഉണ്ടാവും എന്നുള്ള ഒരു തിങ്കിങ്, അത് ഉണ്ടാവണമെങ്കിൽ നല്ല തല വേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലൈറ്റിന്റെ സ്പീഡ് റീസെന്റ് കണ്ടുപിടിച്ച ഒരു സംഭവം എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല. 1600 പോലെയാണ് ഈ ഒരു ചിന്താഗതി മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത്. പ്രിസൈസ്ലി പറഞ്ഞാൽ 1638 ഗലീലിയോണ് ഈ ഒരു സംഭവത്തിന് തുടക്കം ഇട്ടത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ലൈറ്റിന്റെ സ്പീഡ് ഉണ്ടാവും എന്നുള്ള ഒരു തിങ്കിങ്, അത് ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ക്യൂരിയസ് തിങ്കിങ് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗലീലിയോ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഈ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഗലീലിയോ ഉണ്ടായിരുന്നു, ഗലീലിയോടൊപ്പം തന്നെ ഒരു ശിഷ്യനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ കയ്യിലും ഒരു ലാൻഡേൺ ഉണ്ടായിരുന്നു, അതായത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടുപേരും 2 കുന്നിന്റെ മുകളിൽ കയറി നിന്നു. ഈ 2 കുന്നുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 2 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി എങ്ങനെയാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഗലീലിയോയുടെ കൈവശം ഉണ്ടായിരുന്ന ലൈറ്റ് സോഴ്സ് ശരിക്കും മറച്ചു വെച്ചേക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ മലയിൽ നിൽക്കുന്ന ശിഷ്യന്റെ കയ്യിലുള്ള ലൈറ്റ് സോഴ്സും. എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗലീലിയോ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ലൈറ്റിന്റെ മറ മാറ്റുമ്പോഴാണ്. സംഭവം ഗലീലിയോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ശിഷ്യൻ ഈ ഗലീലിയോയുടെ കൈവശം കണ്ടുവരുന്ന ആ ഒരു ലൈറ്റ് എപ്പോഴാണ് കാണുന്നത്, അപ്പോഴാണ് ഈ ശിഷ്യനും അവിടുത്തെ ശിഷ്യന്റെ ലൈറ്റ് ഇങ്ങനെ തുറന്നു കാണിക്കുള്ളൂ. ശിഷ്യൻ ഇവിടുത്തെ ലൈറ്റ് തുറന്നു കാണിക്കുമ്പോൾ ഗലീലിയോക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ശിഷ്യൻ ഗലീലിയോയുടെ ലൈറ്റ് കണ്ടു എന്നുള്ളത്. അതായത് ഗലീലിയോയുടെ കൈവശമുള്ള ലൈറ്റ് ശിഷ്യൻ കാണുന്ന ആ ഒരു ടൈമാണ് ശരിക്കും ഗലീലിയോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതും ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒരു ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ, ടൈം എന്ന് പറയുന്നത് ഇവർ തമ്മിലുണ്ടാക്കിയ ആ ഒരു കാണുന്ന ആ ഒരു ടൈമിന് ഡിഫറൻസ് ഇല്ല. അതായത് രണ്ടുപേരുടെ അടുത്ത് സ്റ്റോപ്പ് വാച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ്, ആ ഒരു ചെറിയൊരു ടൈം ആയിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷന്റെ ബേസിസിലായിരിക്കും ഈ സ്പീഡ് അവർ കണ്ടുപിടിക്കുന്നത്. അതായിരുന്നു ശരിക്കും ഗലീലിയോയുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. സത്യത്തിൽ ഗലീലിയോ എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഗലീലിയോയുടെ കൈവശമുള്ള ലൈറ്റ് ശിഷ്യൻ കാണുന്ന ഒരു സമയം കുറച്ച് ഡിലേ ഉണ്ടാവുമെന്ന് ശരിക്കും വിചാരിച്ചത്. ഒരു സെക്കൻഡൊക്കെ ഉണ്ടാവുമെന്ന് ഗലീലിയോ ശരിക്കും പ്രതീക്ഷയായിരുന്നു. പക്ഷേ ലൈറ്റ് ശരിക്കും ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് ഈ രണ്ടുപേർക്ക് തോന്നിയത്. കാരണം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കേവലം 2 കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. 2 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ലൈറ്റിന്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ വളരെ 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 ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഗലീലിയോ എപ്പോഴാണ് ആ ലൈറ്റിന്റെ മറ മാറ്റുന്നത്, ആ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തന്നെ ഗലീലിയോയുടെ ശിഷ്യനും ഈ മറ അവിടെ മാറ്റുന്നുണ്ട്. ആ സംഭവം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഗലീലിയോയുടെ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഗലീലിയോ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ശരിക്കും ലൈറ്റിന്റെ സ്പീഡ് എന്നുള്ളത്. അതായത് അവർ തമ്മിൽ കാണുന്ന ആ ഒരു ലൈറ്റ് ശരിക്കും ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പോലെയാണ് ശരിക്കും അവർ കാണുന്നത്. അതോടെ ഗലീലിയോക്ക് ഒരു കാര്യം മനസ്സിലായി, ലൈറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണെന്നുള്ളത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് 2 കിലോമീറ്റർ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് വെറും 10 മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഈ 10 മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തോന്നിയത്. ഇപ്പോൾ നമുക്കും അതുകൊണ്ടാണ് ശരിക്കും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തോന്നുന്നത്. ഇൻ റിയാലിറ്റി ഇവർ തമ്മിൽ ശരിക്കും 10 മൈക്രോ സെക്കൻഡ്സിന്റെ ഡിലേ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു കാലത്തും ഒരു മനുഷ്യനും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണത്. അപ്പോൾ അതാണ് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫിസിക്കൽ എക്സ്പെരിമെന്റ്. അപ്പോൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നടന്നത്. എക്സാക്ട്ലി 38 വർഷങ്ങൾക്ക് ശേഷം 1676 ഒലെ റൂർമർ എന്ന് പറയുന്ന ഒരു ഡാനിഷ് ആസ്ട്രോണമർ, അദ്ദേഹം ജൂപ്പിറ്ററിന്റെ മൂണായിട്ടുള്ള ലോയിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ശരിക്കും ഇതൊരു ആക്സിഡന്റൽ ഡിസ്കവറി തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു ആസ്ട്രോണോമർ ആണ്. അപ്പോൾ ഇദ്ദേഹം ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനല്ല ശരിക്കും നോക്കിയത്, ജൂപ്പിറ്ററും മൂണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിലാണ് പുള്ളിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നി തുടങ്ങിയത്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഭൂമി സൂര്യന് ചുറ്റുമാണ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഭൂമി ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിനെ കുറച്ചുകൂടി അടുത്തായിരിക്കും കാണാൻ പറ്റുന്നത്. കാരണം ഭൂമിയും ജൂപ്പിറ്ററും തമ്മിലൊരു ദൂരം കുറച്ചുകൂടി അടുത്തായിരിക്കും. നേരെ മറിച്ച് ഭൂമി ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ജൂപ്പിറ്ററിനെ കുറച്ച് ദൂരത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയും ജൂപ്പിറ്ററും നമ്മളൊരു ദൂരം ഏകദേശം 300 മില്യൺ കിലോമീറ്റേഴ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. കാരണം ഭൂമിയുടെ ഓർബിറ്റൽ ഡയാമീറ്ററും കൂടി നമ്മൾ ഈ ഡിസ്റ്റൻസിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജൂപ്പിറ്ററിൽ നിന്നുള്ള ലൈറ്റ് ഏകദേശം 300 മില്യൺ കിലോമീറ്റേഴ്സും കൂടി ട്രാവൽ ചെയ്തിട്ട് വേണം ഈ രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡിലേ അവിടെ സംഭവിക്കും. ഇദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിൽ ഏകദേശം 42.5 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ജൂപ്പിറ്ററിനെ പുറയുന്നത് ഈ ഒരു ലോ എന്ന് പറയുന്ന ആ ഒരു മൂൺ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പയ്യെ എമർജ് ചെയ്ത് വരുന്നതായിട്ട് ഇദ്ദേഹം കണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ സിറ്റുവേഷനിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 22 മിനിറ്റോളം ലേറ്റ് ആയിട്ടാണ് ഈ ഒരു ലോ എന്ന് പറയുന്ന മൂൺ ജൂപ്പിറ്ററിനെ പുറയുന്ന ഇങ്ങനെ വരുന്നത്. അതായത് എക്സാക്ട്ലി സെയിം ഫിനോമിനാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ രണ്ട് ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ സമയത്തിന് വ്യത്യാസം വരുന്നുണ്ട്. വർഷം 1600 കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒരുപാട് എറേഴ്സും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഡാറ്റാസും വളരെയധികം കുറവാണെന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് വളരെ നല്ലധികം ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു കൺക്ലൂഷൻ, ഇദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്കവറി അത് ശരിക്കും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത 6 മാസം കുത്തിയിരുന്ന് ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതായത് ഇതേ എക്സ്പെരിമെന്റ് തന്നെ അടുത്ത 6 മാസം ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. അതിൽ നിന്ന് ഇദ്ദേഹത്തിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി ഇവിടെ 22 മിനിറ്റിന് ഡിലേ വരുന്നുണ്ടെന്ന്. അതോടെ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, ഇവിടെ ലൈറ്റിന് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സ്പീഡ് ഉണ്ടെന്നുള്ളൊരു സംഭവം. അതായത് ഗലീലിയോ എന്താണ് കൺക്ലൂഡ് ചെയ്തത് അത് തന്നെയാണ് ഇദ്ദേഹത്തിന് വേറൊരു എക്സ്പെരിമെന്റിലൂടെ ആക്സിഡന്റലി ഡിസ്കവർ ചെയ്യാൻ പറ്റിയത്. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ ഹോയിഗൻസ് എന്ന് പറയുന്ന ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ഓലയുടെ കണ്ടുപിടുത്തങ്ങളും ഒബ്സർവേഷൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. അതായത് 300 മില്യൺ കിലോമീറ്റേഴ്സ്, അതായത് ഭൂമി ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷൻ വരെ എത്താൻ വേണ്ടി ഏകദേശം 300 മില്യൺ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 300 മില്യൺ കിലോമീറ്റേഴ്സ് ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 22 മിനിറ്റ് എടുക്കുന്നുണ്ട്. അതായത് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി, സമയം നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് സ്പീഡ് കാണിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇദ്ദേഹം എന്താണ് ചെയ്തത്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒരു ഇക്വേഷൻ അത് കിട്ടുക. അപ്പൊ ഏകദേശം 2,27,000 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡായിട്ട് ഇദ്ദേഹത്തിന് അത് കിട്ടിയ ലൈറ്റിന്റെ സ്പീഡിന്റെ ആദ്യത്തെ ന്യൂമറിക്കൽ വാല്യൂ ആയിരുന്നു അത്. 2,27,000 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഒരു വാല്യൂ ഇപ്പോഴത്തെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ശരിക്കും അടുത്താണ്. ശരിക്കും അടുത്തെന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒപ്റ്റിക്സും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡേറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1849 അത് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ സംഭവിക്കുന്നത്. അർമാൻഡ് ഫിസു അദ്ദേഹം പറഞ്ഞു, ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്പേസിലേക്ക് പോയി നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് ചെറിയ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്താൽ നമുക്കിത് വളരെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഈ എക്സ്പെരിമെന്റിന് വേണ്ടത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സ് ആണ്. ഒരു ലേസർ പോലത്തെ ഒരു ലൈറ്റ് സോഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതിനുശേഷം ഒരു സെമി ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു മിറർ വേണം. ആ മിററിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അതിൻ്റെ അകത്തോടെ ഞാൻ ലൈറ്റ് സോഴ്സ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റിന് ആ മിററിന്റെ അകത്തൂടെ ഇങ്ങനെ കടന്നു പോകാനും പറ്റും, അതേസമയം തന്നെ കുറച്ച് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകാനും പറ്റും. അതിനുശേഷം ഒരു റൊട്ടേറ്റിംഗ് ഗിയർ വീല് പോലത്തെ ഒരു സംഭവമാണ് ശരിക്കും ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതേ സെറ്റപ്പ് തന്നെയാണ് ശരിക്കും അദ്ദേഹം അവിടെ ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഒരു മിറർ, അതായത് ഒരു പെർഫെക്റ്റ്ലി ഒരു നോർമൽ മിററിന്റെ പുറകിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ് എന്താ വെച്ചാൽ ലേസർ ആദ്യം ഉണ്ടാവും, അതിന് മുമ്പിൽ ഒരു മിറർ, ഈ പറയുന്ന ഗ്ലേസ്ഡ് ആയിട്ട് സെമി ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു മിറർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ റൊട്ടേറ്റിംഗ് ഗിയർ വീൽ വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഒരു മിററും വെച്ചിട്ടുണ്ടാവും. ഈ സെമി ഗ്ലേസ്ഡ് ആയിട്ടുള്ള മിറർ ഒരു ആംഗിളിലായിരിക്കും വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പുറകിൽ വെച്ചിരിക്കുന്ന മിററും ചെറിയൊരു ആംഗിളിലായിരിക്കും വെച്ചിരിക്കുന്നത്. അതെന്തിനാണ് ഈ ഒരു ആംഗിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് സോഴ്സ് ഓൺ ആക്കുകയും ചെയ്യണം, ഈ ഗിയർ വീൽ നമ്മൾ കറങ്ങുകയും ചെയ്യണം.
ലൈറ്റ് സോഴ്സ് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് ബീം ഈ സെമി ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു മിററിന്റെ അകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഗിയറുകളുടെ ആ ഒരു ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ ലൈറ്റ് പോയിട്ട് അതിന്റെ നേരെ പുറകിൽ വെച്ചിരിക്കുന്ന ഒരു മിററിൽ തട്ടിയിട്ട് എന്നിട്ട് ആ ലൈറ്റ് ബീം റിഫ്ലക്ട് ചെയ്തിട്ട് ഏത് വഴിയിലൂടെയാണോ വന്നത് ആ വഴിയിലൂടെ ചെറിയൊരു ആംഗിളിന്റെ ഡിഫറൻസ് ഇങ്ങനെ പോകാൻ നോക്കും. അപ്പോൾ ഏത് വഴിയിലൂടെയാണ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയിലൂടെയാണോ വന്നത് അതേ ആ ഒരു ഗ്യാപ്പിൽ കൂടി തന്നെയായിരിക്കും തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകാനത് നോക്കുന്നത്. എന്നിട്ട് ഈ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് നേരെ 45 ഡിഗ്രിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു മിററിൽ തട്ടിയത് നേരെ കണ്ണിലേക്ക് എത്തും. അതായത് നമ്മുടെ ഒബ്സർവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സ്കീമാറ്റിക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഗിയർ വീലിന്റെ സ്പീഡ് പയ്യെ കൂട്ടി കൊണ്ടുവരും. അങ്ങനെ ഒരു സർട്ടൻ സ്പീഡ് എത്തുമ്പോൾ നമ്മുടെ ഒബ്സർവറിന്, അതായത് ഈ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആ ഒരു ലൈറ്റില്ലേ, ആ ലൈറ്റ് ഒബ്സർവറിന് കാണാണ്ടിരിക്കാനുള്ള സിറ്റുവേഷൻ വരും. അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. ഇത് ബ്ലോക്ക് ആവാൻ കാരണം ഈ ഗിയർ വീലിന്റെ ഗ്യാപ്പിന്റെ അതോടെ കടന്നു പോകുന്ന ലൈറ്റ് ബീം നേരെ റിഫ്ലക്ട് ചെയ്ത് വന്നിടിക്കുന്നത് ഈ ഗിയർ വീലിന്റെ ആ ഒരു കോകുമ്പോഴായിരിക്കും, ആ ഒരു ഭിത്തിയുമ്പോഴായിരിക്കും വന്നിടിക്കുന്നത്. അത് കാരണമാണ് ഒബ്സർവറിന് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയ പോലെ കാണാൻ പറ്റുന്നത്. അത് ലൈറ്റേ കാണാൻ പറ്റില്ല അദ്ദേഹത്തിന്. അതായത് ഈ ഗിയറിന്റെ ഗ്യാപ്പിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈറ്റ് നേരെ പുറയിലുള്ള ഒരു മിററിനെ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിടിക്കുന്നത് ഈ ഗിയർ പയ്യെ മുമ്പോട്ട് നീങ്ങുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതായത് ഈ ഗിയറിന്റെ ഭിത്തിയുമ്പോഴാണ് വന്നിങ്ങനെ ഇടിക്കുന്നത്. ഇങ്ങനെ വന്നിടിക്കുമ്പോഴാണ് ഒബ്സർവറിന് അവിടെ ലൈറ്റ് കാണാൻ പറ്റാത്തത്, അതായത് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകുന്നത് അപ്പോഴാണ്. സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോൺ വാല്യൂ ആണ്. അതായത് ഗിയർ കോഗും ആ ഒരു മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ശരിക്കും നമ്മളിവിടെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ടൈമാണ്. അതായത് ഗിയർ വീലിന്റെ അകത്ത് 720 പല്ലുകളുണ്ട്. ഈ ഗിയറിന്റെ പല്ല് നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ആവുന്ന ആ ഒരു ടൈമാണ് ശരിക്കും നമുക്ക് അറിയേണ്ടത്. ഈ ഗിയറിന് 720 പല്ലുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ടൈം നമുക്ക് 1/720 എന്ന് എടുക്കാൻ പറ്റും. അതായത് ലൈറ്റിന്റെ ഗിയർ വീല് തൊട്ട് ആ ഒരു മിററിനെ വന്ന് ഇടിച്ച് നേരെ ഗിയർ വീലിന്റെ ആ ഒരു ഭിത്തിയിൽ വന്ന് ഇടിക്കാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് 1/720 സെക്കൻഡ്സ് ആണ്. ഈ 1/720 സെക്കൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ എക്സ്പെരിമെന്റ് കണ്ടിട്ട്. ഇത് വലിയ എക്സ്പെരിമെന്റ് ഞാൻ പറയാൻ കാരണം ഈ ഗിയർ വീലും ആ ഒരു മിററും തമ്മിലുള്ള ദൂരം ഏകദേശം 8.6 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം വലിയൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. 3,13,000 km/s സ്പീഡാണ് ലൈറ്റിന്റെ സ്പീഡായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്. അതായത് ഒറിജിനൽ സ്പീഡിനെക്കാളും ഒരു 13,000 km/s സ്പീഡ് കൂടുതൽ. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ തന്നെ ഇദ്ദേഹം ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു തിയറി ശരിക്കും തെളിയിച്ചു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ലിയോൺ ഫൗൾക്കാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു എക്സ്പെരിമെന്റ് മോഡിഫൈ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ രീതിയിൽ നടത്തി നോക്കി. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇവിടെ ഒരു മിറർ നമുക്ക് കാണാൻ പറ്റും. ഈ മിറർ അവിടെ വെച്ചിരിക്കുന്നത് നേരത്തെ എക്സ്പെരിമെന്റിന്റെ ആ ഒരു ഗിയർ വീലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഈ മിറർ വളരെ സ്പീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ വിറച്ചോണ്ടിങ്ങനെ ഇരിക്കും. അപ്പൊ ഇദ്ദേഹം എന്താണ് ഈ എക്സ്പെരിമെന്റും കൊണ്ട് ഉദ്ദേശിച്ചത് വെച്ചാൽ ലൈറ്റ് സോഴ്സ് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ശരിക്കും ഈ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു മിറർ ഇല്ലേ, ആ ഒരു ഡിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള മിറർ ഇല്ലേ, ആ മിററിൽ റിഫ്ലക്ട് ചെയ്തിട്ട് നേരെ ഈ കോൺകേവ് ആയിട്ടുള്ള ആ ഒരു മിററിൽ പോയി ഇടിക്കും. അതിനുശേഷം ഈ കോൺകേവ് ആയിട്ടുള്ള മിററിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് നേരെ ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മിററിൽ പോയി ഇടിച്ചിട്ട് നേരെ ഒബ്സർവറിലേക്ക് വന്ന് ഇടിക്കേണ്ടതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ സംഭവിക്കുന്നതുകൊണ്ട് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റിന്റെ ആ ഒരു റേയും, അതായത് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു റേയും ഒബ്സർവറിന് കാണാൻ പറ്റുന്ന ആ ഒരു റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആ ഒരു ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ആംഗിൾ വാല്യൂ ഞാനിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തത് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇക്വേഷനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഒരുപാട് സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓരോ ടേംസും എനിക്ക് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1907 ആൽബർട്ട് എ മിച്ചൽസൺ, അദ്ദേഹം ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ഇല്ലേ, ആ ഒരു എക്സ്പെരിമെന്റിനെ കുറച്ചുകൂടി ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് കുറച്ചുകൂടി ക്ലിയറർ ആയിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ കൊണ്ടുവന്നു. 1850കളും 1900 എന്ന് പറയുന്ന ആ ഒരു 50 വർഷത്തെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ടെക്നോളജിക്കലി ബൂം ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ആ കാലത്ത് ഉണ്ടായിരുന്ന അവരുടെ കയ്യിലുണ്ടായിരുന്ന മിററിന്റെ ടെക്നോളജിയും ഒപ്റ്റിക്സിന്റെ ടെക്നോളജിയും ലൈറ്റിന്റെ ടെക്നോളജിയും അവർക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സംഭവത്തിന്റെ ടെക്നോളജി, വാച്ചിന്റെ ടെക്നിക്സ് ഒക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരുന്ന ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇംപ്രവൈസ് ചെയ്തെടുത്ത ആ ഒരു പുതിയ ടെക്നിക്ക് കൊണ്ട് ഇദ്ദേഹത്തിന് വളരെയധികം അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി.
അങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ 2,99,796 km/s സ്പീഡാണ് ലൈറ്റിന്റെ സ്പീഡിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് ഇദ്ദേഹത്തിന് കിട്ടി. ഈ ഒരു ഡിസ്കവറി കാരണം ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിരുന്നു. അങ്ങനെ 1983 ഒരുപാട് സയന്റിസ്റ്റുമാരുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ കാരണം ലൈറ്റിന്റെ സ്പീഡ് ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചു. അതായത് C is equal to 299,792,458 m/s. അതാണ് ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുള്ളൊരു കാര്യം സയന്റിഫിക്കലി ഡിക്ലെയർ ചെയ്തു. അന്ന് പോലെ ഇന്ന് വരെ സീന്ന് എവിടെ കൊടുത്തിട്ടുണ്ടോ അവിടുത്തെ വാല്യൂ ഇതാണ്. അങ്ങനെയാണ് ശരിക്കും ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ എക്സ്പെരിമെന്റലി ഫിസിക്കലി കാൽക്കുലേറ്റ് ചെയ്തത്. ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് ലൈറ്റിന്റെ സ്പീഡ് ഏകദേശം 3 ലക്ഷം km/s ആണെന്നുള്ളത്. അത് ഞാൻ ഏകദേശം എന്നുള്ളൊരു വാക്ക് ഞാൻ പറയാറുണ്ട്. അതിന്റെ ശരിക്കുള്ള വാല്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതിന്റെ അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളത്. മിക്ക എക്സാംസിൽ നിങ്ങൾ സ്കൂളൊക്കെ പഠിക്കുകയാണെങ്കിലും ആ 3 lakh km/s എന്നുള്ള സ്പീഡ് വാല്യൂ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാ കണ്ടെന്നാണ് തോന്നുന്നത്. അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നമ്മൾ വെളുപ്പിന് 1:30 ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.